പാരന്റ്സിന് എപ്പോഴും അവരുടെ കുട്ടികൾക്ക് പല നല്ല ശീലങ്ങൾ ചെറുപ്പം മുതലേ ശീലിപ്പിക്കണമെന്നുണ്ടാവും. അങ്ങനെയുള്ള ലിസ്റ്റിലുള്ള ഒരു ഹാബിറ്റ് ആണ് റീഡിംഗ്. എനിക്കോ ആ ശീലമില്ല, എന്റെ കുട്ടികളെങ്കിലും വായന ശീലമാക്കണം എന്ന് വിചാരിക്കുന്ന പാരന്റ്സ് ഒരുപാട് പേരുണ്ട്. കുട്ടികളുടെ നല്ലതിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാവുന്ന പാരന്റ്സിന് ചിലപ്പോൾ ഈ വായനാശീലം കുട്ടികളിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾ എങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുന്ന ഒരു പാരന്റ് ആണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് മിസ്സാക്കാതെ കാണുക. ഇന്നത്തെ വീഡിയോയിൽ 5 things we did to develop reading habit in our kids ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എനിക്ക് 2 കുട്ടികളാണുള്ളത്. മോൾക്ക് 9 വയസ്സായി, മോന് 6 വയസ്സായി. 2 പേർക്കും ബുക്സ് നല്ല ഇഷ്ടമാണ്. എന്റെ മകൾ ഒരു അവിഡ് റീഡർ ആണ്. അവൾ ഒരുപാട് ബുക്സ് ലൈക്ക് thousands of ബുക്സ് ഇപ്പോൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. അവള് ചാപ്റ്റർ ബുക്സ്, പിക്ചർ ബുക്സ് എല്ലാം മിക്സ് ചെയ്താണ് വായിക്കാറുള്ളത്. മോന് വാക്കുകളൊക്കെ തന്നെ വായിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അല്ലാതെ വിഷ്വലി ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും ഒരുപാട് ബുക്സ് വായിച്ചു കൊടുക്കാറുമുണ്ട്. അതുപോലെ ഞാനും എന്റെ ഹസ്ബൻഡ് ലാസ്റ്റ് ഒരു 3 വർഷമായിട്ടാണ് റീഡിംഗ് ഹാബിറ്റ് ആക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു തുടങ്ങിയത്. ഇനി ഞങ്ങളുടെ കുട്ടികൾക്ക് വായനാശീലം വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ ചെയ്ത 5 കാര്യങ്ങൾ എന്തെല്ലാം എന്ന് കാണാം. നമ്പർ 1, ഇൻട്രൊഡ്യൂസ് ബുക്സ് ടു കിഡ്സ് വെൻ ദേ വർ ബേബീസ്. ന്യൂ ബോൺ ബേബീസിന് പോലും ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ന്യൂ ബോൺ ബേബീസിന്റെ വിഷന് സ്യൂട്ട് ആവുന്ന പോലത്തെ ബോർഡ് ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ കുറച്ചു മാസം പ്രായമായ ബേബീസിന് സ്യൂട്ട് ആവുന്ന കളർഫുൾ ആയിട്ടുള്ള ബുക്സും അവൈലബിൾ ആണ്. ബട്ട് എന്റെ മോള് ജനിച്ച സമയത്തൊന്നും ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അത്ര അറിയില്ലായിരുന്നു. അവൾക്കൊരു 8-9 മാസം പ്രായമായപ്പോഴാണ് ഞങ്ങൾ ബുക്സ് ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. 1 വയസ്സിന് മുമ്പൊക്കെ ബോർഡ് ബുക്സ് ഒക്കെ കൊടുത്തു തുടങ്ങിയിരുന്നു. പക്ഷെ 2ാമത്തെ കുട്ടി ആയപ്പോഴേക്കും മോൾക്ക് ഓൾറെഡി ബുക്സ് ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു. ചേച്ചി എപ്പോഴും ബുക്സ് എടുത്ത് നോക്കുന്നത് കണ്ടിട്ട് മോന് ഒരു 6 മാസം പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ബുക്സിലെ ഓരോ പേജസ് ഒക്കെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ബേബി ആയിരിക്കുമ്പോൾ ബോർഡ് ബുക്സിലൂടെ അവർ അവരുടെ റീഡിംഗ് ജേർണി തുടങ്ങി. ബോർഡ് ബുക്സ് പിന്നീട് പിക്ചർ ബുക്സ് ആയി, അത് പിന്നീട് ചാപ്റ്റർ ബുക്സ് ആയി. സ്റ്റിൽ ദെയർ റീഡിംഗ് ജേർണി കണ്ടിന്യൂസ്. കുട്ടികൾക്ക് എത്ര ചെറുപ്പത്തിൽ ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ അത്രയും നല്ലതാണ്. അവർക്ക് ബുക്സ് ഇഷ്ടപ്പെടാനും വായന ശീലമാക്കാനും എല്ലാം ഇത് നല്ല ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ബീയിങ് സെഡ്, ബേബി ആയിരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് വെച്ച് വായന ശീലമാക്കാൻ പാടാണ് എന്നൊന്നുമില്ല. എത്ര നേരത്തെ തുടങ്ങാമോ അത്രയും നല്ലത്. ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു ഡെവലപ്പ് റീഡിംഗ് ഹാബിറ്റ്. അതിനുള്ള എക്സാമ്പിൾ ആണ് ഞാനും എന്റെ ഹസ്ബൻഡും. ഞങ്ങൾ ഞങ്ങളുടെ 30s റീഡിംഗ് തുടങ്ങിയത്. അതുപോലെ യുവർ കിഡ്സ് ആർ നെവർ ടു യങ് ടു ഡെവലപ്പ് റീഡിംഗ് ഹാബിറ്റ്. എന്റെ കുഞ്ഞ് നല്ല ചെറുതല്ലേ, ഇപ്പോഴേ ബുക്സ് ഒക്കെ കൊടുക്കണോ എന്ന മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിക്കോളൂ. ബുക്കിലെ വാക്കുകൾ വായിക്കുന്നത് മാത്രമല്ല വായന. കുഞ്ഞു കുട്ടികള് അതിലെ പിക്ചേഴ്സ് കണ്ട് വായിക്കും, അതും വായനയാണ്. ബുക്സിലെ പിക്ചേഴ്സ്, പാറ്റേൺസ്, കഥകളൊക്കെ അവരുടെ ക്രിയേറ്റിവിറ്റിക്കും ബ്രെയിൻ ഡെവലപ്മെന്റിനെല്ലാം നല്ലതാണ്. കുറച്ച് നല്ല ബോർഡ് ബുക്സിന്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്പർ 2, ഫ്രീക്വന്റ് ലൈബ്രറി വിസിറ്റ്സ്. ഞങ്ങളിപ്പോൾ US-ലാണുള്ളത്. ഇവിടെ പബ്ലിക് ലൈബ്രറി ഫെസിലിറ്റി നല്ലതാണ്. 100 ബുക്സോളം ഒരാളുടെ ലൈബ്രറി കാർഡ് യൂസ് ചെയ്ത് ബോറോ ചെയ്യാം. അതും ഫ്രീ ആണ്. കുട്ടികളുടെ ബുക്സ് ഒരുപാടുണ്ട്. ഞങ്ങൾ വീക്ക്ലി വൺസ് മുടങ്ങാതെ ലൈബ്രറിയിൽ പോകാറുണ്ട്. തുടക്കത്തില് കുട്ടികളുടെ ബുക്സ് ഒക്കെ ഞങ്ങളും നോക്കി സെലക്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവർക്ക് അതൊക്കെ ശീലമായും അവർ തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ബുക്സ് ഒക്കെ സെലക്ട് ചെയ്യും. കുട്ടികളിൽ വായന ശീലമാക്കാൻ 2 കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആണ്. ഒന്ന്, പലതരം ബുക്സ് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മറ്റൊന്ന്, അവർ തന്നെ അവരുടെ ബുക്സ് സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് അത് വായിക്കാനൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതുപോലുള്ള പബ്ലിക് ലൈബ്രറി സിസ്റ്റം ഉണ്ടായിട്ടും അതുപോലും യൂസ് ചെയ്യാത്ത ഒരുപാട് ഫാമിലീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ഇതുപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ നാട്ടില് ഇതുപോലെ ഇല്ല എന്നറിയാം. ബട്ട് അതിന് പകരം അതിനുള്ള ഓൾട്ടർനേറ്റീവ് വഴികൾ കണ്ടെത്താൻ നോക്കുക. 100 കണക്കിന് ബുക്സ് ഒരാൾക്ക് ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ലായിരിക്കും. ബട്ട് ഇൻ കേസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ നിങ്ങളുടെ കുട്ടിയുടെ ക്ലാസ്സിലെ മറ്റു പാരന്റ്സ് എല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ആയിട്ട് ഓരോരുത്തരും വാങ്ങിയ ബുക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ബുക്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് 10 ഫാമിലീസ് ഉണ്ടെങ്കിൽ ഓരോ ഫാമിലിയും 10 ബുക്ക് വാങ്ങിച്ചാൽ തന്നെ കുട്ടികൾക്ക് 100 ബുക്സോളം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ചാൻസ് കിട്ടും. ഇത് അവർക്ക് പല ബുക്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, വായന ശീലമാവുകയും ചെയ്യും. നമ്പർ 3, കീപ്പിംഗ് ബുക്സ് ആക്സസിബിൾ ടു കിഡ്സ്. ഞങ്ങളുടെയും കുട്ടികളുടെയും ബുക്ക് ഷെൽഫ് വീട്ടിലോട്ട് കയറുന്ന ഭാഗത്ത് ലിവിംഗ് റൂമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് ആക്ച്വലി ഒരു സെന്റർ പോയിന്റ് ആണെന്ന് വേണേ പറയാം. ബെഡ്റൂം, കിച്ചണ്, ഡൈനിങ് റൂം, ഇതിൽ എവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ഇത് വിസിബിൾ ആണ്. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ പറയുന്ന ഒരു കാര്യമാണ് ശീലമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹാബിറ്റ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈസിലി ആക്സസിബിൾ ആയിട്ട് വയ്ക്കുക എന്ന്. ഈ ഒരു കാര്യമാണ് ഞങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്തത്. ബുക്സ് കുട്ടികളുടെ കൺമുമ്പിലും അവർക്ക് തന്നെ എടുക്കാൻ പറ്റുന്ന പോലെയും ഒക്കെ വയ്ക്കുക. അതുപോലെ എന്റെ കുട്ടികൾ കുറച്ചുകൂടി ചെറുതായിരിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് ലൈബ്രറിയിൽ നിന്ന് വന്നിട്ട് എടുത്ത ബുക്സ് ഒക്കെ ഇങ്ങനെ ലിവിംഗ് റൂമിന്റെ ഫ്ലോറിൽ പരത്തി വെക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേര് മാഗ്നറ്റ് പോലെ ബുക്കിന്റെ അടുത്ത് തന്നെ ഒട്ടിയിരിക്കും, വിഷ്വലി അട്രാക്റ്റഡ് ആയിട്ട്. സോ വാങ്ങിയ ബുക്സ് കേട് വരണ്ട, വീട് നീറ്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ വിചാരിച്ച് ബുക്സ് കബേർഡിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അതുപോലെ ബുക്സ് ഒക്കെ വാങ്ങി കിഡ്സ് റൂമിൽ ഒരു ബുക്ക് ഷെൽഫിൽ നല്ല നീറ്റ് ആയിട്ട് അടുക്കി വെച്ചിട്ട് കുട്ടികൾ എപ്പോഴും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ലിവിംഗ് റൂമിലാണെങ്കിൽ
എങ്കിൽ ആ ബുക്സ് ഒക്കെ അവരുടെ കണ്ണിൽ പെടാതെയും പോകും. അപ്പം ചെറിയ കുട്ടികൾക്കും ടോഡ്ലേഴ്സിനും എല്ലാം അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്ക് ഷെൽഫിലോ ടേബിൾസിലോ ഒക്കെ ബുക്ക് വയ്ക്കുക. സോ അവർക്ക് നമ്മുടെ ഡിപ്പെൻഡൻസി ഇല്ലാതെ തന്നെ എപ്പോഴാണോ നോക്കാൻ തോന്നുന്നത് അപ്പോൾ അവർക്ക് അതെടുത്ത് നോക്കാനായിട്ട് പറ്റും. നമ്പർ 4, റീഡിംഗ് ബുക്സ് ടു കിഡ്സ് ഡെയിലി. ഇതും കുട്ടികൾ ബേബീസ് ആയിരിക്കുമ്പോൾ മുതൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. തന്നെ വാക്കുകൾ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ ബുക്സ് ഒക്കെ നോക്കിയിട്ട് അതിലെ പിക്ചേഴ്സ് നോക്കി അവർ തന്നെ കഥ ഇമാജിൻ ചെയ്യും. അതിനോടൊപ്പം അതിലെ വാക്കുകളൊക്കെ പാരന്റ്സ് കൂടെ ഇരുന്ന് വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ പിക്ചേഴ്സും ആ വാക്കുകളും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം അവരുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യും. പാരന്റ്സ് കുട്ടികൾക്ക് പലതരം ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും, എന്നിട്ട് പറയും അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചൂടെ എന്ന്. ബട്ട് ഡെയിലി നമ്മൾ അവർക്ക് ബുക്ക് വായിച്ചു കൊടുക്കാറുണ്ടോ എന്ന ചോദ്യം എല്ലാ പാരന്റ്സും അവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് മറ്റുള്ളവർ അവർക്ക് ബുക്ക് വായിച്ചു കൊടുക്കുന്നത് നല്ല ഇഷ്ടമായിരിക്കും. അതിപ്പോ തന്നെ ബുക്സ് വായിച്ചു തുടങ്ങിയ കുട്ടികൾക്ക് പോലും അത് ഇഷ്ടമായിരിക്കും. സോ ഡെയിലി കുറച്ച് സമയം കുട്ടികൾക്ക് ബുക്സ് വായിച്ചു കൊടുക്കുക. ഞങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഫോളോ ചെയ്യാറുള്ള ഒരു ബെഡ് ടൈം റൂട്ടീൻ ആണ് എന്റെ ഹസ്ബൻഡ് കുട്ടികൾക്ക് ബുക്സ് വായിച്ചു കൊടുക്കുന്നത്. രണ്ടുപേർക്കും ഓരോ ബുക്സ് വെച്ച് വായിച്ചു കൊടുക്കും. ഇത് റീഡിംഗ് ആൻഡ് ബുക്സ് ഇഷ്ടപ്പെടാനും ഒരു പാരന്റ് ചൈൽഡ് ബോണ്ടിനും ഹെൽപ്ഫുൾ ആണ്. നമ്പർ 5, ബൈ ബീയിങ് ആൻ എക്സാമ്പിൾ. ഇത് ആക്ച്വലി അവരുടെ റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ചെയ്ത ഒരു കാര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനും എന്റെ ഹസ്ബൻഡും റീഡിംഗ് ഹാബിറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ കുട്ടികൾ ബുക്സ് ഒക്കെ ഇഷ്ടപ്പെട്ട് വായന ഒരു ശീലമാക്കിയിരുന്നു. പക്ഷേ വളർന്നു വരുംതോറും അവരുടെ റീഡിംഗ് ഹാബിറ്റ് ബ്രേക്ക് ആവാതിരിക്കാനും റീഡിംഗ് ഇസ് എ പാർട്ട് ഓഫ് അവർ ഫാമിലി എന്ന ഒരു തോന്നൽ വരാനും എല്ലാം ഇത് ഹെൽപ്ഫുൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും എന്റെ ഹസ്ബൻഡും എല്ലാ ദിവസവും രാവിലെ എണ്ണീറ്റ് ബ്രഷ് ചെയ്തതിന് ശേഷം സോഫയിൽ വന്നിരുന്ന് ബുക്സ് വായിക്കാറുണ്ട്. അതുപോലെ കിടക്കാൻ പോകുന്നതിന് മുമ്പും ബുക്ക് വായിക്കും. ഞങ്ങൾ വായിക്കുന്നത് കുട്ടികളും അവരോട് പറയാതെ തന്നെ അവരുടെ ഏതെങ്കിലും ബുക്സ് എടുത്തു വന്ന് ഞങ്ങളുടെ അടുത്തിരുന്ന് വായിക്കാറുണ്ട്. സാധാരണ ഒരുപാട് പാരന്റ്സും കുട്ടികൾക്ക് റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം എന്ന് വിചാരിക്കും. ബട്ട് അവരോട് നിങ്ങൾ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്നായിരിക്കും ഉത്തരം. 10 മോസ്റ്റ് കോമൺ മിസ്റ്റേക്സ് ഗുഡ് പാരന്റ്സ് മേക്ക് എന്ന ബുക്കിൽ പറയുന്ന ഒരു കാര്യമാണ്, മിക്ക പാരന്റ്സും ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഡു ആസ് ഐ സേ നോട്ട് ആസ് ഐ ഡു. അതായത് ഞാനിതെല്ലാം ചെയ്യുന്നില്ലെങ്കിലും നീ അതൊക്കെ ചെയ്യണം, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി എന്ന് പറയും പോലെ. കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് അവരുടെ പാരന്റ്സ് ചെയ്യുന്നത് കണ്ടിട്ടാവും. സോ ബുക്സ് വാങ്ങിക്കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചൂടെ എന്ന് പറയുന്നതിന് പകരം ബി ആൻ എക്സാമ്പിൾ. ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് നിങ്ങളും വായിക്കുക, അത് കണ്ട് കുട്ടികളും വായിച്ചു തുടങ്ങും. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് എന്റെ കുട്ടികൾക്ക് റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ. ഇതുപോലെ കുട്ടികൾക്ക് വായനാശീലം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കുറച്ചുകൂടി അഡീഷണൽ ടിപ്സ് ഉള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റൊരു ബുക്ക് റിലേറ്റഡ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.